ചെയ്ത വിജയനു മറ്റേ അപ്പോൾ അത് നല്ല റെസ്പോൺസിബിൾ കിട്ടിയ ഒരു ചിത്രമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ട് നല്ല ഹ്യൂമർ വർക്കൗട്ട് ചെയ്തൊരു ചിത്രമായിരുന്നു. അങ്ങനെ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ജോണർ ഉണ്ട്, അത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഇപ്പം ഒരു തിയേറ്ററിൽ കാണുമ്പോൾ വാവ്, അല്ലെങ്കിൽ ഒരു ഇരിക്കുന്ന എഴുതിയിട്ട് കൈയടിക്കാനുള്ള സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ചലഞ്ചിങ് ആണ്. എത്രത്തോളം ചലഞ്ച് ഉണ്ടായിരുന്നു ഇങ്ങനെ സിനിമ ഒരു സേഫ് സോണിൽ നിന്ന് ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് തോന്നുന്നു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എപ്പോഴും എല്ലാ സമയത്തും ആഗ്രഹിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. ഒരു ലോക്കൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ഞാൻ വെഡിങ് വീഡിയോഗ്രാഫറായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളാണ് എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അങ്ങനെ ഒരു ഹ്യൂമർ സിനിമയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അതുപോലെ തന്നെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് എനിക്ക് ഒരുപാട് അങ്ങനത്തെ സിനിമകളും കഥകളും ഒക്കെ വന്നു. അപ്പോൾ ഒരു ത്രില്ലറൊക്കെയാണ് മനസ്സിൽ ആലോചിച്ചത്, അതല്ലാണ്ട് വേറൊരു സിനിമ ആലോചിച്ചത്. പക്ഷേ അപ്പോഴാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മളുടെ ചില അനുഭവങ്ങൾ, ചില എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില തീരുമാനങ്ങളാണ് എന്നെ ഇങ്ങനൊരു കാര്യം ചിന്തിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ ചിന്തിച്ച് തുടങ്ങി നമുക്ക് ഓഫ്കോഴ്സ് അതിലേക്ക് മാറാനൊരു ഇങ്ങനത്തെ സിനിമ ചെയ്യണോ വേണോ എന്നൊക്കെയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജോലി ചേർന്ന പോലത്തെ ആൾക്കാർ, അങ്ങനത്തെ നമുക്ക് ഇതിലേക്ക് ആവാം എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് നമ്മളെ നേരത്തെ പറഞ്ഞ ആ കാര്യമൊക്കെ മറന്നുപോയി. ഇതുപോലത്തെ സിനിമ ചെയ്താൽ സേഫ് ആവുമോ, അത് വിട്ടു. നമ്മൾ ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ വിജയമാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ സമയത്തും വരുന്നത്. പിന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണ്ട ഒരു സിനിമയാണ്. കാര്യം ഇതുപോലത്തെ കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് വേണം. ആ സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഗുണ്ടജയൻ സിനിമയാണെങ്കിൽ ഭയങ്കര സേഫാണ്. അതുപോലത്തെ സിനിമയാണെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെല് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഹ്യൂമറും ലവ് സ്റ്റോറിയൊക്കെ. ഇത് അതുപോലത്തെ ഒരു സിനിമയല്ല. പക്ഷേ ഈ സിനിമ ചെയ്തതിൻ്റെ പേരിൽ അരുൺ വൈഗ എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. മറ്റന്നാൾ സിനിമ റിലീസാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ ദൈവത്തിൻ്റെയും പ്രേക്ഷകരുടെയും കയ്യിലാണ്. പക്ഷേ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള തോന്നലുകൊണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞ ഇപ്പം പഴയ കാലമല്ല, ഇപ്പം നാളിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാൻ നല്ല റിസ്ക്കാണ്. അല്ല, ഞാൻ പണ്ടും അങ്ങനെ സിനിമ അങ്ങനെ ഒരു സിനിമയോട് പാഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് സിനിമ എടുത്തിട്ടില്ല. ഞാൻ 95-ലാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറവത്തൂർക്കനത്, ഏറ്റവും 10. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമാണ് രക്ഷാധികാരി വരൂ. അപ്പോൾ നല്ല സിനിമകളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. നല്ല എന്നോട് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് നമ്മുടെ ശ്രീനേട്ടനാണെന്ന് പറയും. സന്ദേശം സിനിമയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന കഥയാണ് രക്ഷാധികാരി വരൂ. അപ്പോൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു നൊമ്പരം. അപ്പോൾ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു ആ സിനിമ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടന്റ് ഭയങ്കര റിലവൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. ഇതൊരു കൊമേഴ്സ്യലി എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ PK സജീവിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളെല്ലാവരും നാട്ടുകാരാണ്, ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമയെ പറ്റി ചിന്തിക്കുന്നതും ഇങ്ങനെ ഒരു സിനിമ നടപ്പിലാവുന്നത്. അപ്പോൾ ഈ സിനിമ എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഈ സിനിമ കണ്ടിട്ട് ആരും ഇറങ്ങിയിട്ട് പറയില്ല അയ്യേ എന്തേ കാണിക്കും, ഒരിക്കലും പറയില്ല. അപ്പോൾ അത് ഓൾറെഡി അങ്ങനൊരു അഭിപ്രായം കണ്ടവരും കഥ കേട്ടവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇന്ന് കേരളത്തിലെ ചില പ്രമുഖ വ്യക്തികളുടെ മുമ്പിൽ നമ്മളൊരു പ്രിവ്യൂ നടത്തിയത്. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അപ്പോൾ അതിൽ ഒരാൾ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 4-5 വർഷമായി പല വേദികളിലും പ്രസംഗിച്ച് നടക്കുന്ന ഒരു വിഷയം നിങ്ങൾ വെറും 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് അതിൻ്റെ ഏറ്റവും അങ്ങേറ്റവും അതായത് കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു, ഹാറ്റ്സ് ഓഫ് യു എന്ന് പറഞ്ഞു. കൈയടിച്ച പുള്ളി നമുക്ക് അപ്പോൾ അതിൽ വലിയ ഒരു അഭിമാനമില്ല. ഇപ്പോൾ സിനിമ ഓടുകയോ ഓടാതിരിക്കുകയോ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളുണ്ട്, മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ മാറ്റിവെച്ച് വന്നതാണ്. പക്ഷെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുന്ന പടങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോവുകയും നിവൃത്തിയുള്ളൂ. പക്ഷെ അത് വേണ്ട. അപ്പം നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. വ്യത്യസ്തമായൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പം മലയാളികൾ എന്നുള്ള നിലയിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങളെല്ലാവരും ഈ സിനിമയെ സാധാരണ ഇപ്പോൾ ഇതെല്ലാം പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പോലും ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് തരണം. കാരണം ഇത് നമ്മുടെ വിഷയമാണ്, ഈ നാടിൻ്റെ വിഷയമാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ഒരു പ്രൊഡ്യൂസറും ഇന്നത്തെ കാലത്ത് തയ്യാറാവില്ല. കാരണം അതിൽ കൊമേഴ്സ്യൽ സൈഡുണ്ട്. ഇതൊരു ചെറിയ സിനിമയല്ല. നല്ല പൈസ മുടക്കിയിട്ട്
10-70 ദിവസം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്ത് അത്രയും പെർഫെക്ഷനോട് കൂടി ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും യുണൈറ്റഡ് അത് ചെറിയ സിനിമ, ആർട്ടിസ്റ്റ് അങ്ങനെ നോൺ ആർട്ടിസ്റ്റ് ഒന്നുമില്ല അപ്പോൾ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതങ്ങനെയല്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അഡീഷണൽ സപ്പോർട്ട്, ഒരു അഡീഷണൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് പ്രൊമോഷന് വേണ്ടി ഉണ്ടാവണം. കാരണം ഇതെല്ലാം നമ്മുടെ കഥയാണ്, കേരളത്തിൻ്റെ കഥയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും, നിങ്ങളും സുഹൃത്തുക്കളും എല്ലാവരെയും സിനിമ കണ്ട് ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ തന്നെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് ഇതെല്ലാം. അന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമില്ല താങ്കളുടെ കാലം. പക്ഷെ അന്നൊക്കെ ഈ സിനിമ താങ്കളുടെ വിജയത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റ ദിവസം വെള്ളിയാഴ്ച എന്നുള്ള ദിവസം റിലീസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഇന്ന് വെള്ളിയാഴ്ച എന്ന ദിവസം റിലീസ് കഴിഞ്ഞാലും പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ വരും. ആ സിനിമയെ നന്നാക്കാനും ദോഷമാക്കാനും ആളുകൾ വരും. അതെങ്ങനെയാണ് താങ്കൾ റിവ്യൂ ചെയ്തിട്ട് ഒരു സിനിമയും ഇവിടെ നന്നായിട്ടില്ല. നല്ല സിനിമകൾ ഓടും. ഏത് സിനിമ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുള്ളത്? എന്നാൽ ഒരു മോശം സിനിമ റിവ്യൂ ചെയ്ത് ഏതാണ്? ഒരു ഉദാഹരണം പറയൂ. മോശപ്പെട്ടൊരു സിനിമ റിവ്യൂ ചെയ്ത് നന്നാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു സിനിമയുടെ പേര്. ചിലപ്പോൾ ഒരു നല്ല സിനിമയെ മീൻസ് മോശപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടാവാം നല്ല, പക്ഷേ നല്ല സിനിമ എന്നും മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ ഓടും. അത് നല്ല റിവ്യൂ കൊടുക്കണമെന്നുമില്ല. ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊരു ഗ്യാപ്പ് വരാനുള്ള കാരണം ഗ്യാപ്പ് എന്താ? ഞാനിടയ്ക്ക് നമ്മൾ കുറച്ച് ഒരു റിസോർട്ടിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ അതാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്കൊരു സിനിമ ഒരു ബിസിനസ് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമ ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അത് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു കൊച്ചായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, അതായത് ഈ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വേണം സിനിമയിൽ പൈസ മുടക്കാൻ. ഒരു രൂപ പോലും തിരിച്ചു കിട്ടും. പണ്ടൊക്കെ നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഫിലിംപെട്ടി എങ്കിലും ബാക്കി തലവെച്ച് കിടന്ന് ഉറങ്ങാൻ. ഇപ്പോൾ അതുപോലും ഇല്ല. അതാണ് അവസ്ഥ. ആ സമയത്ത് തന്നെയാണല്ലോ പെട്ടി ചുമന്നുകൊണ്ട് പോകുന്ന അവസ്ഥ. 10 ഡോക്ടറാണെങ്കിൽ എടുക്കുമ്പോൾ അതായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുപോലും ഇല്ല. നമുക്ക് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം, ഞാനെടുത്ത സിനിമയാണിത്, പെട്ടിയിൽ ഇരിക്കുന്നു. ഇപ്പോൾ അതുമില്ല സാധനം. അപ്പോൾ അതാണ് സിനിമയുടെ വ്യത്യാസം. പിന്നെ അന്ന് ഈ സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ ഇല്ലല്ലോ. നമ്മൾ 90-ലെ 2017 പോലും ഇത്ര സ്ട്രോങ് അല്ല സോഷ്യൽ മീഡിയാസ്. അപ്പോൾ അതാണ് സിനിമയുടെ ഒരു. ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, വേണ്ടി നമ്മൾ ഇങ്ങനൊരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം വളരെ സത്യമാണ്. ഇങ്ങനൊരു സിനിമ കാലത്തിൻ്റെ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ആരും ധൈര്യപ്പെട്ടില്ല. ഞാൻ ഓണസ്റ്റ്ലി ഞാൻ പറയും, ഇങ്ങനൊരു സിനിമ എടുക്കാൻ ഇന്നത്തെ കാലത്ത് ആരും ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ആ ധൈര്യം കാണിച്ച ഞങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കണം. അതെ അതെ, താങ്ക് യു. ജോണി ചേട്ടാ, അതിൽ നിന്ന് ഞാൻ ചോദിക്കണം. ഇപ്പൊ റിവ്യൂ സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ കുറെ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അസീസിക്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് ഞാൻ ആദ്യം കണ്ടില്ല, പിന്നെ എന്റെ കൂട്ടുകാർ കണ്ടതിന് ശേഷമാണ് ഞാൻ നേരിട്ട് പോയി കണ്ടത്. അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം, അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ റിവ്യൂ സിസ്റ്റം കാരണം സിനിമകളെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയ്ക്ക് വേണ്ടത് എന്ന് ചേട്ടൻ പൂർണ്ണ വിശ്വസിക്കുന്നുണ്ടോ? ഇതിന്റെ ഏറെക്കൊരു ഉത്തരവാണ് അച്ഛൻ പറഞ്ഞത്. ഒരിക്കലും മൗത്ത് പബ്ലിസിറ്റി ഏറ്റവും വലിയ പബ്ലിസിറ്റി, അതിനെ വലിയ പബ്ലിസിറ്റി. പിന്നെ കുറച്ച് നാള് വെളിച്ചത്തെ എടുക്കാൻ പറ്റുന്ന എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് വെളിച്ചം അനുഭവപ്പെടും. അതായിരുന്നു കറക്റ്റെന്ന് പറയും. പറഞ്ഞ ആള് തെറ്റാന്ന് മനസ്സിലാക്കും. ആളുകൾ ജനം തിയേറ്ററിലേക്ക് കയറുന്നത് അവർക്ക് രസിക്കാനുള്ള ഉണ്ടോ സംഗതി ഉണ്ടോ നോക്കിയിട്ട് അവർ കുറച്ച് ഓരോ പടത്തിൽ നിന്ന് ഓരോന്ന് പ്രതീക്ഷിക്കും. ഇല്ലേ, ഇപ്പം ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ നിന്ന് എന്താണോ ആ ദിലീപ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അവർ ഹാപ്പിയായിരുന്നു. അവർ അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്ന ഒരു കളക്ഷൻ ഗ്രോത്തായിരുന്നു. അപ്പം അത് അനുഭവപ്പെട്ടതല്ലേ. അപ്പം അങ്ങനൊരു കോംപ്ലിമെന്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യൻ സത്യം. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പേരെന്നാ ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയട്ടെ. അങ്ങേക്ക് ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ഈ പരിവാർ സിനിമയിൽ വേറെ ആളുകളായിരുന്നു, നിങ്ങളെ തന്നെ പ്രൊഡക്ഷൻ ആയിരുന്നു. പുതിയ പുതിയ ആളുകൾക്ക് ഒരു ടൈം കൊടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പുതിയ കഥ കേൾക്കാനും പുതിയ സംവിധായകർക്ക് സമയം കൊടുക്കുന്നു. അങ്ങനെ ഇനിയുള്ള ഒരു യാത്രയും അങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? സിനിമയിൽ എസ്പെഷ്യലി ഈ കാലത്ത് ഒത്തിരി
ടാലൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇപ്പൊ രഞ്ജിത്ത് ഞങ്ങളുടെ മോനാണ്. രഞ്ജിത്തിന് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അവൻ്റെ കഴിവ്, അവൻ്റെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും പെർഫോമൻസിലായിരിക്കും അതിൻ്റെ സക്സസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പം ഞങ്ങൾ ശരിക്കും സിനിമ, അലക്സ് പറഞ്ഞ പോലെ വേറെ കുറേ മേഖലകളിൽ ബിസിനസ്സുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് സിനിമ എന്ന് പറഞ്ഞതൊരു മണി മേക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഒരു ബിസിനസ് മാത്രമായിട്ടല്ല. അതിലൊരു സ്നേഹവും പാഷനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലിം പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. അലക്സ് പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പൈസ ചിലവാക്കുന്നു, ഒരു 10-100 ദിവസത്തിനകം വലിയൊരു തുക ചിലവാക്കുന്നു. പക്ഷെ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു 100% ഗ്യാരണ്ടി ഒരിക്കലും നമുക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുമ്പം, അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്യുമ്പം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കോണ്ടന്റ്, ഫസ്റ്റ് തിങ് കോണ്ടന്റ്. എന്തുകൊണ്ട് നമ്മൾ ഈ കോണ്ടന്റ് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോൾ ഈ സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടത് എനിക്കൊരു ധൈര്യക്കുറവും ഇല്ല ഈ സിനിമ എടുക്കാൻ. ബിക്കോസ് നമ്മളൊരു മെസ്സേജ് മാത്രം കൺവേ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പം അതിൽ സിനിമ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ്, ഇമോഷണൽ ഫാക്ടേഴ്സ്, കാണാൻ വിഷ്വലി ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഇതെല്ലാം കൂടെ ചേർന്നാണ് കമേഴ്ഷ്യലി ഒരു സക്സസ്ഫുൾ മൂവി ആവുന്നത്. അപ്പം ഈ ആസ്പെക്ട്സിനെല്ലാം നമ്മൾ ആവശ്യത്തിന് ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഈ സിനിമയിൽ കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല ഇമോഷണൽസ് മോമെൻറ്റ്സ് ഉണ്ട്, യൂത്തിനെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാനുള്ള കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം കമേഴ്ഷ്യലി എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയാണ് UK. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ ഇതിലും കുറേ ന്യൂ ആർട്ടിസ്റ്റിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സാരംഗിയുടെ ഫസ്റ്റ് ഫിലിമാണ്. ഞങ്ങൾ നമ്മുടെ പ്രോജക്ട്സിലെല്ലാം ന്യൂ ടെക്നീഷ്യൻസ്, ന്യൂ ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റിനെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരു ആർട്ടിസ്റ്റിനെ ബ്ലൂം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം. സോ ആസ് എ ബാനർ ഫ്രേഗ്രന്റ് നേച്ചർ ക്രിയേഷൻസ്, ഫിലിം ക്രിയേഷൻസ്, ഞങ്ങൾ എപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം ഫോർ ഡിസേർവിംഗ് ടാലൻസ് തീർച്ചയായിട്ടും കാണും. പുതിയ ആളുകൾക്ക് സമീപിക്കാം. UK എന്ന പേര് ഭയങ്കര ക്യാച്ചിങ് ആണ് വരാം. ആരാ അതിട്ടത്, അതിലേക്ക് എത്തിപ്പെട്ടത്? അപ്പം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ കോൺസെപ്റ്റും എല്ലാ ക്രിയേഷനും അരുൺ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ടൈറ്റിലോട്ട് വരുമ്പം ഞങ്ങൾക്ക് കുറേ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു കോൺസെപ്റ്റ് വെരി റെലവൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ, വെരി റെലവൻറ്റ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ് ഇത്. നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പം ഈ കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്തതും ആ ക്യാച്ചി, ഒരു സിനിമയുടെ ടൈറ്റിൽ ക്യാച്ചി ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റിനെ ഉൾക്കൊള്ളുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലോട്ട് എത്തിച്ചേർന്നു. അരുൺ വേഗ അതിലൊത്തിരി സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അതിനെ ഈ രീതിയിലാക്കി എടുക്കാനും, പിന്നെ നമ്മളെല്ലാവരും ടീം വർക്കാണ്. അലക്സും സജീവും എൻ്റെ ഹസ്ബൻഡ് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഫിലിമിനോടുള്ള പാഷൻ, അങ്ങനെ ഞങ്ങൾക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം. 23rd കമ്മിങ് ടു തിയേറ്റേഴ്സ്. രഞ്ജിത്ത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഒരു യുദ്ധത്തിൽ നിന്നാണ് അന്ന് വന്നത്. അന്ന് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു, അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അന്ന് നേരിട്ട് കാണുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ് ഞാൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നേരത്തെ UK പ്രൊമോഷൻസിന് വേണ്ടി വന്നു. പക്ഷെ ഞാനുള്ള സമയത്ത് അവിടെ മോക്ക് ഡ്രിൽസ് നടക്കുമായിരുന്നു. എനിക്കൊന്ന് 8
മണി തൊട്ട് 10 മണി എല്ലാ ഇലക്ട്രിസിറ്റി കട്ടാവും ഹോട്ടലിൽ നിന്ന്. പിന്നെ അവിടെ ഒരുപാട് പൊടിക്കാറ്റും ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തം ക്രൂ ഒന്നുകൂടി റീസ്റ്റേബിലൈസ് ചെയ്ത് നമ്മൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഞങ്ങൾ 10 ദിവസം ഷൂട്ട് ചെയ്തു. ഇനിയും കുറച്ച് 3 മാസം ബാക്കിയുണ്ട്. കാരണം ഇതൊരു വലിയ പ്രോജക്റ്റാണ്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനത്തെ തടസ്സങ്ങൾ വന്നാലേ നല്ല പ്രൊഡക്റ്റ് വരത്തുള്ളൂ. കഷ്ടപ്പാടില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല ഉറപ്പായിട്ടും. നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു പടമായി ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ബിഗ് സ്കെയിൽ പടമാണ്. സോ ഓബിയസ്ലി നമ്മൾ അതിന് എല്ലാവരും നമ്മൾ ഫുൾ കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ തിരിച്ച് ഷൂട്ടിലോട്ട് പിന്നെയും മടങ്ങും. അതിന് വെയിറ്റ് ചെയ്യുക. അതൊരു വലിയ സിനിമയാണല്ലോ. അതെ, വലിയൊരു സിനിമയാണ്. രഞ്ജിത്തിനെ സംബന്ധിച്ചോളം അപ്പോൾ ഈ സിനിമകൾ വരുന്നതോറും ഒന്നിനു പുറം ഒരേ സിനിമകൾ വരുന്നുണ്ട്. രഞ്ജിത്തിനെ മറ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടർമാർ രഞ്ജിത്തിനെ വേണ്ട പോലെ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ഇപ്പോൾ തമിഴ് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സൺ പിക്ചേഴ്സിന് വേണ്ടി. പിന്നെ വേറൊരു മലയാളം പടത്തിന്റെ ഷൂട്ട് തുടങ്ങി. പിന്നെ അതിപ്പം കുറച്ചൊന്ന് ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് എന്തോ വന്നേക്കൊന്ന് കണ്ടുകൊണ്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനത്ത് നിന്നാൽ നമ്മൾ ഒരു സമയത്ത് നിന്നാൽ അവിടെ തന്നെ നിൽക്കണമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു പുതിയ ആളും നമ്മൾ തട്ടി മാറ്റി നമ്മൾ പ്ലേസ് എടുക്കാം. നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണം, തയ്യാറായിട്ടിരിക്കണം പണിയെടുക്കാൻ വേണ്ടി. ഐ മീൻ ഞാനിപ്പം 3 പടങ്ങൾ കഴിഞ്ഞതുള്ളൂ, ഇതാണ് 4ാമത്തെ പടം. എൻ്റെ സമയം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെതായ ഒരു അടയാളം മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു വാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇവിടുത്തെ എൻ്റെതായിട്ട് ഒരു അടയാളം ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ. സോ ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നത്. ജോണി ചേട്ടൻ വല്ല ഉപദേശമൊക്കെ മേടിച്ചിരുന്നോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്മുടെ ഒരുപാട് സീക്വൻസസ് ചിലപ്പം എനിക്ക് ചിലപ്പം ഡയലോഗ് പറഞ്ഞ രീതിയായാലും ചില ഇമോഷൻ പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തി സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഞാൻ ആ സീൻ അഭിനയിക്കുമ്പോൾ ഞാനത് ഓർക്കാറില്ല. പക്ഷെ പുള്ളി ഇത്രയും എക്സ്പീരിയൻസ് ആണ്. പുള്ളി എപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ മോനിപ്പം ഇങ്ങനെ തന്നെ ചെയ്ത കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടെ വിഷ്വലി സമയം ചിലപ്പം കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടും. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളായാലും സിദ്ദിഖിനോട് വർക്ക് ചെയ്യാൻ പറ്റി, ഇത്രയും ബെറ്റർ ആക്ടർ. ഇപ്പം ജോൺ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നല്ലൊരു പുതിയ ആക്ടർ തന്നെയാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ്, ഇത്രയും വെറ്ററൻ ആക്ടേഴ്സിൻ്റെ കൂടെ ഇത്രയും ഇൻഡസ്ട്രി ഇത്രയും നാളുള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസും ഗൈഡൻസും കിട്ടാൻ ഒരു നിസ്സാര കാര്യമില്ല. അത് ഞാൻ എല്ലാ പടത്തിലും ഞാൻ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അടുത്ത പടത്തിലോട്ട് പോകുന്നത്. സോ ഇത് വലിയ ഭാഗമായിട്ട് ഞാൻ കരുതുന്നത് മൊത്തമായിട്ട്. ജോണിച്ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് ആ ഒരു സാധനം പറഞ്ഞൊരു പോയിന്റാണ്, എനിക്കിവിടെ നിൽക്കണം, എനിക്ക് തെളിയിക്കണമെന്ന്. അങ്ങനെ ഒരു വലിയ ധൈര്യത്തോടു കൂടിയാണ് രഞ്ജിത്ത് പറയുന്നത്. ആ ഒരു കലാകാരൻ പറയുകയാണ്. അതൊരു എനിക്കൊരു ഫീൽ ചെയ്തുകൊണ്ട് തന്നെ പറയാം. ആ കലാകാരന്റെ ആഗ്രഹമാണ് മലയാള സിനിമയിൽ എൻ്റെ ഒരു പേര് അടയാളപ്പെടുത്തുന്നത്. പറയാം ഒരു സീനിയർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു വാക്കിൽ നിന്ന്? ഞാൻ പറഞ്ഞ നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതായത് രഞ്ജിത്ത് സിനിമ അല്ലാതെ ഒന്നും ചിന്തിക്കുന്നില്ല. നേരത്തെ തന്നെ സീൻസ് മനസ്സിലാക്കുന്നു, എല്ലാം കൃത്യമാണ്, സമയത്ത് കൃത്യമായി വരുന്നു. അതിനുവേണ്ടി ഭയങ്കര ഡെഡിക്കേഷനാണ്. ഇതിനെ ഉഴപ്പാനല്ല. എനിക്കൊന്നും രഞ്ജിത്ത് ചിലപ്പോൾ പഠിച്ചു വേറൊരു നിലയിലൊക്കെ എത്തേണ്ട ആളായിരിക്കാം. പക്ഷെ രഞ്ജിത്ത് തീരുമാനിച്ചത് മതി തീരുമാനിച്ചു. ഇവിടെ ടോപ്പായിട്ട് എത്താനുള്ള ഹാർഡ് വർക്ക് അദ്ദേഹം രഞ്ജിത്ത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്ത് ഇപ്പം പറഞ്ഞതിനും വേണ്ടി രഞ്ജിത്തിനെ ഇവിടെ നമ്മളെ കൊണ്ടെത്തിക്കും. അതിനോടൊപ്പം അങ്ങനെ ഉഴപ്പൊന്നുമില്ല. നമ്മളൊരു എന്താണ് നമ്മുടെ മക്കളിലൊരു വിശ്വാസം, നമുക്ക് പണിയെടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ പറ്റിച്ചാലും നമുക്ക് ഇതെന്താണ് അഭിനയിക്കുന്നില്ല, വേറെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നു, എന്നിട്ട് നന്നാകണമെന്നുള്ളത് അങ്ങനെയല്ല. ഫുൾ നിങ്ങൾ ഫൈറ്റ് കണ്ടില്ലേ, എക്സ്പീരിയൻസ് എല്ലായിടത്തും ആകാമെന്ന് പറയുമോ, ഡാൻസ് കണ്ടില്ലേ എന്ന് പറയുമോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇമോഷൻ സീൻസും മറ്റുള്ളതല്ല. അപ്പോൾ വിജിത്ത് പറഞ്ഞൊരു കാര്യം ഉറപ്പാണ്, ഞാൻ കൂടെ നിന്ന് നോക്കിക്കണ്ട കുറേ ആളുകളെ ഇതിനു മുമ്പ് നോക്കിക്കണ്ട ആളുകളിൽ ഞാൻ ഉറപ്പ് വരുന്നു മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വാഗ്ദാനം തന്നെയായിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നതല്ല, സൂചിപ്പിക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണെന്ന് തോന്നുന്നു. പിന്നെ കാരണം ജോണിച്ചേട്ടനെ പോലുള്ള ആക്ടേഴ്സ് ഇങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിംഗ് ആണ്. ഒരു ആക്ടറുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ താങ്കളെ പോലെ എനിക്ക് പേഴ്സണലി നല്ല പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പം ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ, കാരണം മലയാളത്തിൽ തന്നെ ഇതേപോലെ പല ആക്ടേഴ്സ് കേരളത്തിലുള്ള ആക്ടേഴ്സ് വന്നിട്ട് സ്പേസ് കിട്ടാതെ മറ്റു ലാംഗ്വേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റു ലാംഗ്വേജ് ഇച്ചിലൂടെ എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക്
എക്സ്പ്ലോർ ചെയ്യാൻ സ്പേസ് കിട്ടുന്നത് അങ്ങനെ എപ്പോഴും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഞാനിപ്പോൾ തമിഴ് പടം ചെയ്തെങ്കിലും എനിക്ക് ശരിക്കും ഈ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങി തിരിച്ചത്. കാരണം ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി, പക്ഷെ നമ്മുടെ കോണ്ടന്റ് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ക്വാളിറ്റി ഒരു കോണ്ടന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ചിലപ്പോൾ നമുക്ക് അധികം റിസോഴ്സസ് ഇല്ല, അത്രയും വലിയ ബഡ്ജറ്റ് ഒരു മറ്റേ അന്യഭാഷ ലാംഗ്വേജസ് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി. സോ എനിക്ക് എപ്പോഴെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ ഒരു 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 നില വരെ എത്തിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. കാരണം നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും നമ്മുടെ ആക്ടേഴ്സ് ആയാലും നമ്മുടെ മൊത്തം ക്രൂ ആയാലും, പക്ഷേ നമുക്കതിന് റിസോഴ്സസ് ഇല്ല. സോ നമ്മളിങ്ങനെ നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു തന്നിരുന്ന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഇനി ആ ശ്രദ്ധ കൊണ്ട് നമുക്ക് കുറച്ചും റിസോഴ്സസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡെഫിനറ്റ്ലി എനിക്ക് അത്യാവശ്യം ഞാനൊരു മലയാളിയാണ്, എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാൻ താല്പര്യം. അതെൻ്റെ ഒരു ട്രെയിലർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ റോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കമന്റുകളാണ്. അതിൽ ചാരിറ്റിനെ പറ്റിയാണെങ്കിലും ഗോളത്തെ പറ്റിയാണെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല, 2 സിനിമകളാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ഒരു പുതിയൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇത്ര ആളുകളുടെ ഒരു സ്നേഹം പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവര് തരുന്ന ഒരു ആസ്പിറന്റ് ആക്ടറാണ്. അപ്പം ഇവരുടെ ഈ ഒരു സപ്പോർട്ടിന് തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കാരണം എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടതൊരു പ്രേക്ഷകരെ തീരുമാനിക്കുന്ന ഒരു നടൻ അവിടെ നിലനിൽക്കണോ വേണ്ടത്. കാരണം ഇവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ കൊച്ചിൽ കണ്ടുവളർന്ന ആക്ടേഴ്സും സിനിമകളും ഞാൻ ഒരു കൊച്ചിന് എന്നെ ഇൻസ്പയർ ചെയ്തു ഈ മേഖലയിൽ ഒരു കാല് വെക്കാൻ വേണ്ടി. അതുപോലെ എനിക്ക് ഒരാളെയോ വ്യക്തികളോ യൂസ് ചെയ്യാൻ പറ്റി, അത് വളരെ ഭാഗ്യമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും ഇൻഫ്ലുവൻസും നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ക്യാരക്ടർ മതി അത് ചിലപ്പം അവരുടെ മനസ്സിൽ പറ്റിയിരിക്കാൻ വേണ്ടി. ഇപ്പം എനിക്ക് കൽബ്, കാരണം ഇപ്പോഴും ഞങ്ങൾ മിനിഞ്ഞാന്ന് കോഴിക്കോട് ബീച്ചിൽ പോയായിരുന്നു പ്രൊമോഷന് വേണ്ടി. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ കുഞ്ഞു പിള്ളേർ വന്ന് എന്നെ കാൽബോ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേരറിയത്തില്ല. പക്ഷെ എനിക്ക് അത് മതി സത്യം പറഞ്ഞാൽ. കാരണം ആ ക്യാരക്ടർ അവരുടെ നെഞ്ചിൽ പന്നി ഇരിക്കുക. ശരിക്കും വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അതിനേക്കും കാലം നമ്മുടെ ക്യാരക്ടേഴ്സിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുക, ആ ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുക, അത് മതി സത്യം പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കാരണമാണ് എന്നെ നിൽക്കുന്നത്. ഇനിയും എനിക്ക് നല്ല പടങ്ങൾ ചെയ്ത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ട്, ഒരു ആക്ടറായിട്ട് വളരണമെന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ ഇതുവരെ ചെയ്ത പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ജേർണിയിൽ മുന്നോട്ട്. അത്രയുള്ള വേണം. അപ്പോൾ നല്ല സിനിമ വലിയൊരു വിജയം മാറട്ടെ. നല്ല സിനിമകൾ ഒരിക്കലും മലയാളികൾ കൈവിട്ടിട്ടില്ല. ഇത് അതുപോലെ ഒരു വലിയ ഹിറ്റായി മാറട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. പറഞ്ഞ പോലെ സ്പെഷ്യൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേയാണ്, UK ടീമിൻ്റെ എല്ലാ മീഡിയ ആൾക്കാർക്കും ഒത്തിരി നന്ദി. നിങ്ങളുടെ സമയവും നിങ്ങളുടെ സപ്പോർട്ടും. ഇനി റിലീസാവുകയാണ് 23rd. അപ്പം എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കൺവേ ചെയ്യുന്ന മെസ്സേജസ് ആണ് ആൾക്കാരിൽ എത്തുന്നത്. അതുകൊണ്ട് UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു വെരി സ്പെഷ്യൽ ഫിലിം, നമ്മുടെ കേരളത്തിൻ്റെ സിനിമയാണ്, നമ്മളെല്ലാവരും കാണേണ്ട സിനിമയാണ്. യങ്സ്റ്റേഴ്സ്, ചിൽഡ്രൻ, മുതിർന്നവരെല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്റേഴ്സിൽ പോയി ഈ സിനിമയെ വിജയിപ്പിക്കണം. ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ? ഈ സാരംഗി കളിച്ചതിൽ നന്നായിട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ഭയങ്കര മേലടക്കമായിരുന്നു. അപ്പോൾ അത് മിസ് ചെയ്തു. തിയേറ്ററിൽ കണ്ടാൽ ഇവിടെ കാണണം, തിയേറ്ററിൽ കണ്ടോ?